ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ കുറേ ദൂരം ബൈക്കിന് പോകും, പിന്നെ കുറച്ച് നടന്ന് പോകും. എനിക്കാണെങ്കിൽ സ്പീഡിൽ നടക്കാനേ അറിയുള്ളൂ, മെല്ലെ നടക്കാൻ അറിയില്ല. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് ഓരോരുത്തരും ഇങ്ങനെ ഫോം കൊടുക്കുന്നു. അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി പോകാനെങ്കിൽ എൻ്റെ കാല് വേദനിച്ചിട്ടാണ്. കുറേ ദിവസമായില്ല ഈ പരിപാടി തുടങ്ങിയിട്ട്. കാല് വേദനിച്ചിട്ടാണ് ഞാൻ കുഞ്ഞാണിയാക്കാരോട് പറഞ്ഞു, നിങ്ങൾ ആ വീട്ടിൽ ഫോം കൊണ്ടുപോയി കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാണിയാക്കയാണ് ആ വീട്ടിലേക്ക് ഫോം കൊണ്ടു കൊടുക്കാൻ പോയത് എൻ്റെ അനുവാദത്തോട് കൂടിയിട്ട്. അപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമൂഹത്തിൽ വളരെ മോശമായിട്ടുള്ള സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണ്. പേരൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ അയാൾ അപ്പം തന്നെ എൻ്റെ കുഞ്ഞാണിയാക്കാനോട് പറയാണ്, എടാ എൻ്റെ ഭാര്യയല്ലേ ബിയല്ലോ, അവളല്ലേ ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ടത്, നീയാണോ എന്ന് പറഞ്ഞ്. എൻ്റെ കുഞ്ഞാണിയാക്കയാണെങ്കിൽ അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല. നമ്മൾ രണ്ട് കൈകൾ കൂട്ടി അടിക്കുമ്പോഴാണ് നമുക്ക് സൗണ്ട് ഉണ്ടാവുമല്ലേ. ഒരു കൈ കൊണ്ട് ഒറ്റയ്ക്ക് അടിച്ചാൽ അവരങ്ങനെ അടിച്ചോളില്ല. കുഞ്ഞാണിയാക്കൊന്നും മിണ്ടാതെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇയാൾ അപ്പം തന്നെ വിളിച്ച് ഞങ്ങളെ ഓഫീസർക്കൊക്കെ വിളിച്ചിട്ട് പരാതി കൊടുത്തു. ബിയല്ലോ അല്ല കേട്ടോ, ഫോം കൊടുക്കുന്നത് വേറെ ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ അല്ലേ എന്തിനാലേ നമ്മളെ ഈ പച്ചപ്പാവങ്ങളുടെ പിന്നാലെ കൂടിയിട്ടുള്ളത്. ഇവരൊക്കെ ഞരമ്പ് രോഗികളാണ് കേട്ടോ. ഞരമ്പ് രോഗികളായിട്ടുള്ളൊരു ഞരമ്പനാണ് കേട്ടോ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും നമുക്കൊരു വിഷമമല്ല. അപ്പം എന്നാൽ നീ ഓനിൻ്റെ ജോലി കളയുകയാണെങ്കിൽ കളയട്ടെ അല്ലേ, ബിയല്ലോ പണി ഓൻ കളയുകയാണെങ്കിൽ കളയട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. അതല്ല ഞാൻ ജോലി ചെയ്യണ എൻ്റെ ഗവൺമെൻറ് ജോലി ഉണ്ടല്ലോ, അതും കളയുകയാണെങ്കിൽ കളയട്ടെ. നമ്മൾ അത്രയും നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. രണ്ട് ചെരുപ്പ് വരെ പൊട്ടിപ്പോയി. യൂസ് ചെയ്തിട്ടുള്ള ചെരുപ്പ് തന്നെയായിരുന്നു. എന്നിട്ട് വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആ ഫോം ആ വീട്ടിലേക്ക് കൊടുത്തു വിട്ടത്. അപ്പം തന്നെ ഇത് കണ്ട് അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് തട്ടിക്കയറി കച്ചറ കൂടാനായിട്ട് വരുന്ന ടീംസ്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്കറിയുകയും ചെയ്യും. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ജോലി കിട്ടിയത് കേട്ടോ. കച്ചറ ടീമുകൾക്കൊന്നും കിട്ടുന്ന ജോലിയല്ല അത്. മാന്യമായി ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ജോലി കിട്ടുകയുള്ളൂ. അതൊക്കെ ഒന്നും ഇവർ മനസ്സിലാക്കണില്ല. ഇവരെ പോലെയുള്ള എന്താ പറയുക, വൈകുന്നേരം ആകുമ്പോഴത്തേനും ഹാഫ് മാലായിട്ട് നടക്കണ കഥയും കള്ളിയില്ലാത്ത ആൾക്കാർക്കൊന്നും കിട്ടുന്ന ജോലിയല്ലത്. അതവർ മനസ്സിലാക്കണില്ല. എന്നാൽ പിന്നെ എനിക്ക് ഇവനോടൊക്കെ പറയാനുള്ളത് എന്താണെന്നറിയോ, എൻ്റെ ജോലി ഇവരൊക്കെ ഒന്ന് കളയട്ടെ. എൻ്റെ ജോലി കളയാൻ പറ്റുന്നത് ഇവരൊന്ന് കളയട്ടെ. അത്രേ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ പലവട്ടം ഞാൻ ചെയ്യേണ്ടത് വിചാരിച്ചാണ്. പിന്നെയും ഇവരുടെ ഈ പരിഹാസവും കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ കേട്ടിട്ട് സമൂഹത്തിൽ വളരെ മാന്യമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇമാരുള്ള ജോലി കിട്ടുള്ളൂ, ബിയോലേറ്റൽ ഡ്യൂട്ടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എനിക്കത് കിട്ടിയതും ഞാൻ ഈ ജോലിയിൽ കയറിയതും ഇത് ചെയ്യണതും. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഞരമ്പന്മാർക്ക് മനസ്സിലാവില്ല കേട്ടോ. ഇവരുടെ ഒക്കെ നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.